ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജിത്ത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രശാന്ത്. ഓക്കെ, അപ്പം നമ്മൾ ന്യൂസിലാൻഡ് ഫാങ്കര എന്ന സ്ഥലത്ത് നിന്നാണ്. അതെ, തുടരും മൂവിയുടെ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ബ്രോ, എന്ത് വിചാരിക്കുന്നത്? എങ്ങനെയുണ്ട് മൂവി? കിടു. ഒറ്റ വാക്കി പറഞ്ഞാൽ കിടു അല്ലേ? അത്ര ഉള്ളൂ. മോഹൻലാലിന്റെ ഒരു വമ്പിച്ച തിരിച്ചറിവ്, നമ്മളെല്ലാരും ആഗ്രഹിച്ച ഒരു വലിയ തിരിച്ചറിവ് അതാണ് അല്ലേ? അതാണ് തൊടുത്. എന്റെ അഭിപ്രായത്തില് ഇത് തരുമൂർത്തി ഒരു ഫാൻ ബോയ് ആയിട്ടുള്ള മൂവി ആയിട്ട് തന്നെ എടുത്തേക്കണേ. മോഹൻലാലിൽ നിന്ന് എന്താണോ ഒരു ഫാൻ എക്സ്പെക്ട് ചെയ്ത ഫാൻസ്, അത് നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. ലാലേട്ടന്റെ ഫുൾ സ്റ്റാർഡം അല്ലെ, പുള്ളി അത് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ വിധത്തിലും, എല്ലാ മേഖലയിലും അല്ലെ? സത്യമായിട്ടും മൂവി കണ്ടിറങ്ങിയപ്പോ എനിക്ക് ഉറപ്പാണ് എല്ലാരും തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ ആ വില്ലന്റെ പേര്. കാരണം അത് മോഹൻലാലിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വില്ലൻ എന്ന് പറഞ്ഞ ഇതാണ്. ഒരു മൂവി നമുക്കറിയാം, ഒരു മൂവി നന്നാവണമെങ്കിൽ അതിലെ വില്ലൻ അല്ലെ അത്ര സ്ട്രോങ് ആയിരിക്കണം. പുള്ളി മോഹൻലാലിന്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതേപോലെ അതിനെ ഇടിച്ചിടി അല്ലെങ്കിൽ ആ കട്ടക്കേട്ടൊക്കെ നിൽപ്പുണ്ട് അല്ലെ? അത് സത്യമായിട്ടും അതെല്ലാരും ഫസ്റ്റ് നോക്കണം അതായിരിക്കും ആരാണ് അയാൾ. അതും ഒരിക്കലും നമ്മള് ആ സിനിമയുടെ പറയില്ല പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണെന്ന്. അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. പുള്ളി ഫസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അല്ലേ? ഓ, അമേസിങ്. പിന്നെ അതുകൂടാതെ ഏറ്റവും വലിയത് ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് എന്റെ അമ്മോ ഒരു രക്ഷയില്ല. ഒരു തിയേറ്റർ മസ്റ്റ് എക്സ്പീരിയൻസ് മൂവി അല്ലേ? ഇത് നമ്മള് ഒരിക്കലും മിസ്സാകരുത്. നമ്മളൊരു ബേസിക്കലി ഒരു മൂവി ലവേഴ്സ് ആണ്. നമ്മളെപ്പോഴും അല്ലെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മള് തിയേറ്ററിൽ പോയി കാണുന്നവരാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു മൂവിയെ പറ്റി ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഈ പടം നമുക്ക് തോന്നിയല്ല, മസ്റ്റായിട്ട് നമ്മളിത് ചെയ്യണം. നമുക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ അല്ലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാരും തന്നെ ഈ മൂവി ഒന്ന് കാണണം. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം ചെയ്യുന്നത്. അതേപോലെ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എൻഡ് ആവണേക്കാൾ മുമ്പുള്ള 30 മിനിറ്റ്സ് അതാണ്. അവിടെ നിന്നാണ് സിനിമ കത്തി തുടങ്ങുന്നത്. അത് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്നല്ലേ, അത്രയ്ക്കും അതുവരെ ഫാമിലി ഡ്രാമ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന മൂവി ഒരു സഡൻ ഒരു ചേഞ്ച്. നമ്മള് ഒരു ഭാഗത്ത് മോഹൻലാലിന്റെ ഒരു സാധാ ആക്ടിങ്, മറുവശത്ത് രണ്ട് സെഷൻ എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള. അവിടെ നിന്നാണ് സിനിമ പിന്നെ തുടങ്ങണേ. ഓ, മോഹൻലാൽ ശോഭന കെമിസ്ട്രി അല്ലേ? അയ്യോ, അത് ശരിക്കും വർക്കൗട്ട് ശരിക്കും അത് നല്ല രീതിയിൽ ഈ മൂവിക്കകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ സപ്പോർട്ടിങ് ആക്ടേഴ്സ്, അതെ, പണിയമ്പിള്ള രാജു, ഇർഷാദ്, അവരെല്ലാം തന്നെ അവരുടെ റോളുകള് ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരാള് അതിലുള്ളത് ബിനു പപ്പു ആണ്. പുള്ളി ആ വില്ലനോടൊപ്പം തന്നെ ചേർന്ന് അല്ലേ അത്രയും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ സിനിമാറ്റോഗ്രാഫി അല്ലെ, ക്യാമറ ഒക്കെ ഒരു രക്ഷയില്ല. സീൻസ് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ കാടൊക്കെ എടുത്തേക്കുന്ന അല്ലേ, അതേപോലെ മറ്റേ മണ്ണിടിച്ചിലും അതൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. സത്യം. അപ്പൊ അല്ല, ഒരു കംപ്ലീറ്റ് മോഹൻലാൽ ഫാൻസ് എന്ന നിലയ്ക്ക് ഇത് നമ്മളെല്ലാരും തന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഒരു മൂവിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇത് തിയേറ്റർ വാച്ച് തന്നെയാണ്. എല്ലാരും തന്നെ തിയേറ്ററിൽ പോയി കാണണം. ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, നമ്മൾ ആ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.